പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ ഹിന്ദു പത്രത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദമുണ്ടായി. ആ രണ്ട് വിവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം സാമാന്യം വിസ്തരിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. സുഹൃത്തുക്കളെ, അതിൽ ഈ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, ADGP അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ദിവസം വരെ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളിൽ നിന്നും നമുക്ക് ഏതാണ്ട് അക്കാര്യം ബോധ്യമാകും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ADGP അജിത് കുമാർ ആദ്യം അദ്ദേഹം പറഞ്ഞെന്താണ്? ആദ്യം അദ്ദേഹം പറഞ്ഞത് പൂരം കലക്കാൻ ഒരു ശ്രമം നടന്നു, കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലുഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒന്ന്, പൂരം അലങ്കോലമാക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് മുഖ്യമന്ത്രി ആദ്യമായി സമ്മതിച്ചു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജിത് കുമാറിന് ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വീഴ്ചകൾ ഉണ്ടായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ആ വീഴ്ചകളെക്കുറിച്ചിട്ട്, അപ്പോൾ വീഴ്ചകളുണ്ടായി, ആ വീഴ്ചകളെക്കുറിച്ച് DGP പരിശോധിക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ടിൻ്റെ കാലാവധി ഇന്ന് വൈകിട്ട് തീരുകയാണ്. അത് കാലാവധി ഇന്ന് തീരുന്നതോടുകൂടി അതിന്മേൽ നടപടി ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ആദ്യമായി രണ്ട് കാര്യങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിണറായി വിജയൻ എന്ന് പറഞ്ഞു. ഒന്ന്, പൂരം കലങ്ങി, പൂരം കലക്കി സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാക്കാനുള്ള ശ്രമം നടന്നു. രണ്ട്, ആ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGP അജിത് കുമാറിന് വീഴ്ച പറ്റി എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് സ്വാഭാവികമായി നിരീക്ഷിക്കാവുന്ന ഒരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത്, ADGP അജിത് കുമാർ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ നീക്കാനുള്ള അരങ്ങൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നാളെ നിയമസഭ തുടങ്ങുകയാണ്. അപ്പോൾ നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് ആ തീരുമാനം മിക്കവാറും ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, സ്വാഭാവികമായും ആ ഒരു നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എത്തിയത് എന്നുള്ളത് സംബന്ധിച്ച ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. കാരണം പിണറായി വിജയൻ എല്ലാ അർത്ഥത്തിലും ADGP അജിത് കുമാറിനെ സംരക്ഷിച്ച് തൻ്റെ ചിറകിനടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടും കഴിഞ്ഞ പത്രസമ്മേളനത്തിലൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥനെ വലിയ തോതിൽ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ നിന്ന് പൊടുന്നനെ ഇയാളെ മാറ്റാനുള്ളൊരു സാധ്യതയിലേക്ക് പിണറായി വിജയൻ വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്ന സത്യം. അത് CPIയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അത് സംബന്ധിച്ച് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടന്ന ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല, അതെ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു പത്രസമ്മേളനത്തിൻ്റെ തലേ ദിവസമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് വെളിപ്പെടുത്താനുള്ള കാര്യം എന്ന് പറയുന്നത്, ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ആ സംഭാഷണത്തിൽ ട്രാൻസ്പയർ ചെയ്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സംഭാഷണത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ചില വിശദാംശങ്ങളുടെ പ്രത്യാഘാതം എന്നുള്ള നിലയിലാണ്
ADGP അജിത് കുമാറിനെ തൽക്കാലത്തേക്കെങ്കിലും ഡംപ് ചെയ്യാൻ പിണറായി വിജയൻ തീരുമാനിച്ചത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നടന്ന ചർച്ചയിൽ ചില കാര്യങ്ങൾ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയോട് പറഞ്ഞതായിട്ടാണ് എനിക്ക് വിവരമുള്ളത്. ആ വിവരം കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ADGP അജിത് കുമാറിനെ ചിറകിനടിയിൽ വെച്ചാൽ അപകടമാകും എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ADGP അജിത് കുമാറിനെ തൽക്കാലത്തേക്കെങ്കിലും കൈയൊഴിയാനുള്ള പ്രാരംഭ നടപടികളിലേക്ക് പിണറായി വിജയൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പോയത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന് നമുക്കറിയാം, പുറമേ നോക്കുമ്പോൾ CPI വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയനുമായി നടത്തിയ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് പിണറായി വിജയനെ ഇയാളെ കൈയൊഴിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരുത്തി ചിന്തിപ്പിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടും പൂരം കലക്കലിൽ ADGP അജിത് കുമാറിനുള്ള ബന്ധം സംബന്ധിച്ചും അദ്ദേഹം പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപെടൽ സംബന്ധിച്ചും CPI സ്വതന്ത്രമായൊരു അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ആ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകളാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിണറായി വിജയനെ അറിയിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പത്രസമ്മേളനത്തിൻ്റെ തലേദിവസം നടന്ന അവർ തമ്മിൽ നടന്ന ആ ചർച്ചയിൽ അതെന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2024 ഏപ്രിൽ 19 പൂരം കലങ്ങിയത്. 2024 ഏപ്രിൽ 19 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 25 ഇലക്ഷനായിരുന്നു. അതിനൊരു മാസം ഒരാഴ്ച മുമ്പ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്താണ് വളരെ ആകസ്മികമായി പൂരം അലങ്കോലപ്പെട്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പൂരം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഠത്തിൽ വരവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആചാരം ഉണ്ടായിരുന്നു. അതായത് തിരുവാമ്പാടി ഭഗവതിയുടെ തിടമ്പ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ആചാരം, അതാണ് മഠത്തിൽ വരവ്. ആ മഠത്തിൽ വരവും കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തും, ഈ മഠത്തിൽ വരവെന്ന് പറഞ്ഞാൽ ആനകളെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് രണ്ടും പോലീസ് തടയുകയും ഈ രണ്ട് ആചാരങ്ങളിലും ഇടപെട്ടിരുന്നവരെ അവരോട് കയർത്ത് സംസാരിക്കുകയും ഈ കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളത്തിൻ്റെ സമയത്തും ഈ മഠത്തിൽ വരവിൻ്റെ സമയത്തും അനാവശ്യമായൊരു പ്രതിബന്ധം സൃഷ്ടിക്കുകയും അവിടെ ഒരു ലാത്തി ചാർജ് നടത്തുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് അവിടെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ഭക്തന്മാരെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സ്ഥിതിഗതികൾ ആകെ അലങ്കോലമായി. ആ അലങ്കോലമായ സമയത്ത് സേവാഭാരതി എന്ന് പറയുന്ന RSSൻ്റെ ആ ഒരു കാരുണ്യ വിഭാഗത്തിൻ്റെ ഒരു ആംബുലൻസിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും കേരളത്തിലെ RSSൻ്റെ തലച്ചോറായിട്ടുള്ള വത്സൻ തില്ലങ്കേരിയും ആ സംഘർഷ ഭൂമിയിൽ വന്നിറങ്ങി. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ പൂരം ഈ നിലയിലാണ് അലങ്കോലപ്പെട്ടത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുമ്പ് പൂരം എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരികോത്സവം അലങ്കോലപ്പെട്ടപ്പോൾ അതിൻ്റെ നേട്ടം ഏറ്റവും കൂടുതലുണ്ടായത് സുരേഷ് ഗോപിക്കാണ്. അപ്പോൾ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് അത് വലിയ തോതിൽ വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും സുരേഷ് ഗോപി ജയിക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇതുവരെ നിലനിന്നിരുന്ന ഒരു സർക്കാരിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ അങ്കിത് അശോക് എന്ന് പറഞ്ഞിട്ടൊരു SP അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ ഈ പറഞ്ഞതുപോലെ പക്വതയില്ലാത്ത ഒരു സമീപനമാണ് ഇതിൻ്റെ കാരണം എന്നുള്ള ഒരു വാദമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, നമുക്ക് പിന്നീട് മനസ്സിലാക്കിയത് CPI നടത്തിയ അന്വേഷണത്തിൽ അവർ കണ്ടുപിടിച്ചത് ഈ പൂരം കലങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംഘർഷം രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം തൃശ്ശൂരിൽ വെച്ച് ചേരുകയുണ്ടായി. ആ യോഗത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ ADGP ആയിരുന്നു. അപ്പോൾ അവിടെ ഈ അങ്കിത് അശോക്,
അതുപോലെ തന്നെ അജിത ബീഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IG ആണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഈ പൂരം അലങ്കോലപ്പെടാനുള്ള സാധ്യത തുടങ്ങിയ സമയത്ത് തൃശ്ശൂരിൽ വെച്ച് ചേരുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഇനിയാണ് ഞാൻ ഈ CPI നടത്തിയ അന്വേഷണത്തിലൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത്. ആ യോഗത്തിൽ വെച്ച് ഈ പൂരം അലങ്കോലപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് വലിയൊരു പോലീസ് ഫോഴ്സിനെ അങ്ങോട്ട് അയക്കണം എന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ അങ്ങനെ പോലീസ് ഫോഴ്സിനെ അവിടെ അയക്കേണ്ട എന്ന് ഒരു തീരുമാനം ആ യോഗത്തിൽ ADGP അജിത് കുമാർ എടുത്തു. കാരണം അവിടെ പൂരം അലങ്കോലപ്പെടാനുള്ള സാധ്യതകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ പോലീസ് അവിടെ ആ പൂരം അലങ്കോലപ്പെടാനുള്ള ചില ഇടപെടലുകൾ അവിടെ നിൽക്കുന്ന പോലീസ് നടത്തുന്നു. പോലീസ് അവിടെ ലാത്തി ചാർജ് നടത്തുന്നു. പോലീസ് അവിടെയുള്ള ഭക്തന്മാരോട് കയർക്കുന്നു. ആ സമയത്ത് വലിയൊരു കണ്ടിൻജൻറ്റ് പോലീസിനെ അങ്ങോട്ടേക്ക് അയച്ചില്ലെങ്കിൽ അവിടെ സ്ഥിതി ഗുരുതരമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉന്നത പോലീസ് ഓഫീസർ എന്നാണ് ഞാൻ പറയുന്നത്, ഒരു ഉന്നത പോലീസ് ഓഫീസർ ഈ യോഗത്തിൽ വെച്ച് ADGP അജിത് കുമാറിനോട് കർശനമായി പറഞ്ഞു. അവർ പറഞ്ഞതായി മനസ്സിലാക്കുന്നത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെന്ന് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ സംഘർഷത്തിലേക്ക് പോകും, അത് വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടൊക്കെ മാറും. ആ സാഹചര്യത്തിൽ പോലീസിൻ്റെ ഇടപെടൽ ശക്തമായി അവിടെ ഉണ്ടായ സംഘർഷം നിയന്ത്രിക്കാൻ നമ്മൾ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് ഖണ്ഡിതമായി പറഞ്ഞത് ആ യോഗത്തിൽ പങ്കെടുത്ത ADGP അജിത് കുമാറായി. സുഹൃത്തുക്കൾ, ഇനിയാണ് അയാൾ നടത്തിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം. അത് CPIയുടെ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണത്തിൽ അവർ മനസ്സിലാക്കിയെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു ഉന്നത പോലീസ് ഓഫീസർ, ഞാൻ പറഞ്ഞ പോലീസ് ഓഫീസർ എന്ന് ഞാൻ പറഞ്ഞു, ഒരു ഉന്നത പോലീസ് ഓഫീസർ ഈ വിഷയം ADGP അജിത് കുമാറിനോട് പറഞ്ഞ് അവിടെ പോലീസിന് വലിയ കണ്ടിൻജൻറ്റ് പോലീസിനെ അവിടെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ അയക്കേണ്ട, അവിടെ സംഘർഷം കുറച്ചുകൂടി കനക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ ADGP അജിത് കുമാർ അടിവരയിട്ട് ഈ ചോദിച്ച പോലീസ് ഓഫീസറോട് ആ യോഗത്തിൽ പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകട്ടെ എന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ ഭക്തന്മാരുമായിട്ട് കയർക്കുന്നതും അവിടെ സംഘർഷം ഉണ്ടാകുന്നതും ആ സംഘർഷം വലുതാവുന്നതുമൊക്കെ അതങ്ങനെ നടക്കട്ടെ. അവിടെ ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ നമ്മൾ അയച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ട. അവിടെ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവുക എന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് ആ യോഗത്തിൽ ADGP ലോ ആൻഡ് ഓർഡർ ചുമതല വഹിക്കുന്ന MR അജിത് കുമാർ പറഞ്ഞു എന്നുള്ള വിവരം നേരിട്ടു തന്നെ CPIക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് ഉള്ളത്. അതേത് പോലീസ് ഓഫീസറാണത് പറഞ്ഞെന്നുള്ളതും എനിക്കറിയാം ഞാൻ, പക്ഷേ അതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. എന്തായാലും ആ സംഘർഷം അവിടെ ഉണ്ടാവുക എന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്, ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്ന് MR അജിത് കുമാർ പറഞ്ഞു എന്നുള്ള വിവരം ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു ഉന്നത പോലീസ് ഓഫീസറിൽ നിന്ന് തന്നെ CPIക്ക് ഇത് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അവർക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, അങ്ങോട്ടേക്ക് ഈ സംഘർഷം നടക്കുന്ന സമയത്ത് CPIയുടെ ക്യാബിനറ്റിലെ രണ്ടാമനായിട്ടുള്ള K. രാജൻ എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരനായിട്ടുള്ള റവന്യൂ മന്ത്രിയെ അങ്ങോട്ടേക്ക് കടക്കാൻ അനുവദിക്കേണ്ട എന്നുള്ള തീരുമാനവും ഈ MR അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നുള്ള വിവരം CPIക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, K. രാജനെ അവിടെ കയറ്റാത്ത MR അജിത് കുമാറിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും കേരളത്തിലെ RSSൻ്റെ തലച്ചോറായിട്ടുള്ള വത്സൻ തില്ലങ്കേരിയും ആ സംഘർഷ ഭൂമിയിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തിയത് എന്ന വിവരവും CPIയുടെ കയ്യിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവർ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിലൂടെ അവർക്ക് 3 കാര്യങ്ങളാണ് മനസ്സിലായത്. അവിടെ സംഘർഷം നടക്കുന്ന സമയത്ത് സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ കൂടുതൽ പോലീസിനെ വിടണ്ട എന്നുള്ളതും അവിടെ സംഘർഷം ഉണ്ടാവുക എന്നുള്ളതും പൊളിറ്റിക്കൽ ഡിസിഷനാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ MR അജിത് കുമാർ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതേ MR അജിത് കുമാറിൻ്റെ തന്നെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റിലെ രണ്ടാമനായിട്ടുള്ള K. രാജൻ എന്ന് പറഞ്ഞ മന്ത്രിയെ അവിടെ അനുവദിക്കാതിരുന്നത് എന്നുള്ളതും CPIയുടെ കയ്യിൽ അതിൻ്റെ വിവരമുണ്ട്. 3, K. രാജനെ അവിടെ അനുവദിക്കാതിരുന്ന MR അജിത് കുമാർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും കൂട്ടത്തിൽ വത്സൻ തില്ലങ്കേരിയും അവിടെ പോകാൻ അനുവദിക്കുകയും ചെയ്തു എന്നുള്ള വിവരവും CPIയുടെ സ്വതന്ത്ര അന്വേഷണത്തിൽ അവർക്ക് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്ന് മാത്രമല്ല ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജിത് കുമാറിന് ഈ രാം മാധവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഗോ എഹെഡ് കിട്ടിയിരുന്നു എന്നുള്ള തീരുമാനവും CPIയുടെ കയ്യിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിവരങ്ങൾ പിണറായി വിജയനെ അവർ ഇന്നലെ കണ്ട പിണറായി വിജയനുമായിട്ടുള്ള ചർച്ചയിൽ അവർ ആ വിവരം പിണറായി വിജയനെ ബോധ്യപ്പെടുത്തിയെന്നും ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഈ വിവരം പരസ്യപ്പെടുത്താൻ തങ്ങൾ നിർബന്ധിതരാകും എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിണറായി വിജയനോട് പറഞ്ഞു എന്നുമുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം. ഈ വിവരം പിണറായി വിജയൻ ലഭിച്ചതോടു കൂടിയാണ് ADGP അജിത് കുമാറിനെ നിലനിർത്തിയാൽ ഇനി അപകടത്തിലേക്ക് പോകും എന്നുള്ള സൂചന പിണറായി വിജയന് ലഭിച്ചത്. ഈ സ്വതന്ത്ര അന്വേഷണത്തിൻ്റെ വിവരവും കൂടി പറഞ്ഞ ബിനോയ് വിശ്വം ADGP അജിത് കുമാറിനെ ഈ പറയുന്നത് പോലെ നിയമസഭ ചേരുന്നതിന് മുമ്പ് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കാര്യം പുറത്ത് പറയും എന്നുള്ളത് മാത്രമല്ല കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ തയ്യാറാകും എന്നുള്ള വിവരവും കൂടി പിണറായി വിജയൻ്റെ അടുത്ത് പറഞ്ഞുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ താൽക്കാലികമായിട്ടെങ്കിലും തൻ്റെ പൊന്നോമന പുത്രനായിട്ടുള്ള അജിത് കുമാറിനെ ADGP ലോ ആൻഡ് ഓർഡർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് എന്നുമുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്.